നമസ്കാരം. എൻ്റെ പേര് നന്ദന. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വയനാട്ടിൽ നമ്മുടെ കൂടപ്പിറപ്പുങ്ങളെ ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണല്ലേ. എന്താ, ഒരു നിമിഷം കൊണ്ട് അവരുടെ വീട്, സമ്പാദ്യം, മക്കള്, കൂടപ്പിറപ്പുങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥ. ഓരോ നിമിഷവും നമ്മൾ വാർത്ത കാണുമ്പോൾ മരണനിരക്ക് കൂടുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊക്കെ എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നും കൂടി ഇല്ല അവിടുത്തെ ഒരു സിറ്റുവേഷൻ, അവരുടെ മാനസികാവസ്ഥ. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളൊക്കെ ചിന്തിക്കും, നമ്മുടെ അവിടെ പുഴയില്ല, അല്ലെങ്കിൽ മലയില്ല, ഉരുൾപൊട്ടില്ല, നമ്മൾ സേഫാണ്. പക്ഷെ ഒരിക്കലും അല്ല. നമ്മൾ പ്രകൃതിയോട് ചെയ്തതിൻ്റെയൊക്കെ ആ പ്രതികാരമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും പ്രകൃതിയിലാണ് ജീവിക്കുന്നത്. പ്രകൃതി നമ്മളോടൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്ന നേരം മതിയല്ലേ, ഒരു നിമിഷം കൊണ്ട് പ്രകൃതി നമ്മൾ പ്രതികാരം ചെയ്യും. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഒരമ്മ വയനാട്ടിലുള്ള പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടെങ്കിൽ അമ്മ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായൊരു വാർത്ത. നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയൊരു വാർത്തയാണ്. എനിക്ക് ആദ്യം തോന്നിയത് എന്നോട് തന്നെ ഒരു ലജ്ജയാണ്, നാണമാണ് തോന്നിയത്. കാരണം ഞാനും പാല് കൊടുക്കുന്ന ഒരു അമ്മയാണ്. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഞാനും തയ്യാറാണ് പാല് കൊടുക്കാനെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അപ്പം അമ്മയുടെ മനസ്സ് എത്രത്തോളം, അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് എത്രയോളം വലുതാണല്ലേ. പക്ഷെ അതിന് താഴെ വന്നൊരു കമൻറ്റ് കണ്ടായിരുന്നു. നമ്മളെല്ലാവരുടെ ഫോണിലേക്ക് എത്തിക്കുന്ന ഒരു കമൻറ്റാണത്. എന്താ, അപ്പോൾ നല്ല കറവയായിരിക്കുമല്ലേ എന്ന്. എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത്, സുഹൃത്തെ, ഈ വിവരയില്ലായ്മ ഒരു കുറ്റമല്ല. പാല് കൊടുക്കുന്ന അമ്മമാർക്കും അവരെ നോക്കുന്ന മുത്തശ്ശിമാർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ ബോധമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസം വരെയെങ്കിലും നമ്മൾ മുലപ്പാൽ തന്നെ കൊടുക്കുന്നതാണ് ആ കുഞ്ഞിന് ഏറ്റവും നല്ലതല്ലേ. നമുക്ക് അതില്ലാത്ത അമ്മമാരോട്, അല്ലെങ്കിൽ മുലപ്പാൽ ഇല്ലാത്ത അമ്മമാരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. നമ്മളൊരു പാക്കറ്റ്, അത് മുലപ്പാലിന് പകരം ഡോക്ടറെ തന്നെ ഒരു പൊടിയുണ്ട്. ആ പൊടികൾ ഒരു പാക്കറ്റ് എനിക്ക് തോന്നുന്നു എങ്ങനെ വന്നാലും 300 രൂപയ്ക്ക് മേലെ എന്തായാലും വരും. ഓരോ കമ്പനി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അത് വേണമെങ്കിൽ നമുക്ക് 1-1.5 സ്പൂൺ ഇട്ടോ കുഞ്ഞിന് കലക്കി പാലിൻ്റെ നിറം വരുത്തിച്ച് കുഞ്ഞിന് കൊടുക്കാം. കുഞ്ഞിന് വിശപ്പ് മാറുമായിരിക്കും കുറച്ച് നേരത്തേക്ക്. പക്ഷേ അതിനൊരളവുണ്ട് അല്ലേ. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അധികം അത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാറുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. 1-2 പ്രാവശ്യമൊക്കെ ഇളയ ആളായപ്പോഴത്തേക്ക് എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് പാല് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാക്കറ്റ് നമുക്ക് കറക്റ്റായിട്ട് കുഞ്ഞിൻ്റെ ഹെൽത്ത് കിട്ടുന്ന രീതിയിൽ കൊടുക്കണമെങ്കിൽ അതൊരു 3 ദിവസം കഷ്ടിച്ച് കിട്ടുള്ളൂ അല്ലേ. അത് അത്യാവശ്യം വിശപ്പുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അത്രയും കൂടി കിട്ടില്ല. സോറി, ഇടയ്ക്ക് കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞിന് കറക്റ്റായിട്ട് വിശപ്പ് നമുക്കറിയാം. പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അവർ പാല് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു മൂത്രം ഒഴിച്ചു പോകും. അപ്പോഴത്തേക്കും പിന്നെ അവർക്ക് വിശക്കും. അപ്പോൾ ഈ പൊടിപ്പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് അതറിയാം. കുഞ്ഞ് കരഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഈ പൊടിപ്പാൽ നമുക്ക് നേരത്തെ കലക്കി വെക്കാൻ പറ്റില്ലല്ലോ. നമ്മളത് ആ ടൈമിൽ പാല് തിളച്ച ചൂടിൽ കലക്കാൻ പാടില്ല. ചെറു ചൂടിൽ ഈ പൊടിയിട്ട് കലക്കി അത് അങ്ങനെ തന്നെ, അതായത് തീരെ തണുത്ത് പോയാലും കലക്കാൻ പറ്റില്ല. ചെറു ചൂടോടെ വേണത് പൊടി കലക്കാനായിട്ട്. എന്നിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പതുക്കെ ആറ്റി, കുഞ്ഞു നാവല്ലേ, അപ്പോൾ അതുങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞിന് കൊടുക്കണം. അതുകൂടാതെ തന്നെ ബോട്ടിൽ എപ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യവും തിളപ്പിച്ച് വൃത്തിയാക്കി വേണം കുഞ്ഞിന് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഗോഗർ എന്ന് പറഞ്ഞ ചെറിയ സാധനമില്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, അതിൽ വെച്ച് കൊടുക്കുന്ന സമയത്തായാലും കുഞ്ഞിങ്ങനെ തുപ്പി വെളിയിലേക്ക് കളയും. കുഞ്ഞുങ്ങളല്ല, അവർക്ക് വിശപ്പറിയില്ല. അവർ എത്ര വട്ടം പാതിരാത്രി എണീറ്റ് കയറി, നമ്മൾ എത്ര വട്ടം സിസേറിയൻ ആയാലും നോർമലായാലും കുഞ്ഞിൻ്റെ അമ്മൂമ്മമാരും അച്ഛമ്മമാരൊക്കെ അമ്മയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് അവർ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നല്ല രീതിയിലുള്ള, താങ്കൾ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കറവയുള്ള അമ്മമാർ എന്ത് ഭാഗ്യം ചെയ്തവരാ അല്ലേ. അതായത് നമ്മുടെ കുഞ്ഞ് ഓരോ നിമിഷം കരയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നെഞ്ചോട് ചേർത്തൊന്ന് വെച്ചാൽ മതി. നമുക്ക് നമുക്കൊരു അതിശയം വരും, പാല് ചുരന്ന് വരും നമ്മുടെ
ബ്രസ്റ്റിൽ നിന്നല്ലേ, അതായത് മാറിൽ നിന്ന് ചുരന്ന് വരും. കുഞ്ഞിനെ നമ്മൾ എത്ര വട്ടം കൊടുക്കുന്നു അത്രയും വട്ടം പാല് ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രസ്റ്റിൽ ചുരന്നാണ് വരുന്നത് അല്ലേ. അത് കെമിക്കലില്ല, ഒരു ഇതിൽ സിനിമയിൽ പറഞ്ഞ പോലെ ചൂടാക്കണ്ട, തിളപ്പിക്കണ്ട, ബോട്ടിലാക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഫ്രഷായ പാല് കുഞ്ഞുങ്ങളെ വയറ് നിറച്ച് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോണ അമ്മമാരാണെങ്കിൽ അറിയാം, നമ്മളെ ജോലി സ്ഥലത്ത് ഇപ്പോൾ പാൽ കൊടുക്കണ അമ്മമാർ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ ആ കുഞ്ഞവിടെ വീട്ടിൽ പാല് കുടിക്കാണ്ടില്ലെങ്കിൽ ഇതിൻ്റെ നാവ് ഉണങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് വന്ന് നിറഞ്ഞിട്ട് നമ്മുടെ പാല് പതുക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഡ്രസ്സിലൂടെയൊക്കെ ഒഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം എൻ്റെ മൂത്ത മോള് സിസേറിയൻ ആയിരുന്നു. അവൾക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരുന്നു. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് അവളെ റെഫർ ചെയ്തു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ NICയിലായിരുന്നു. ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ കസിൻ്റെ വീടുണ്ട്, അവിടെയാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഇപ്പം ജനിച്ചിട്ട് എനിക്ക് 7 ദിവസം കഴിഞ്ഞാൽ അവളെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പം അന്ന് വരെ കുഞ്ഞ് പാല് കുടിക്കാനായിട്ട് അവിടെ NIC കിടന്ന് കരയുന്ന സമയത്ത് എൻ്റെ പാലൊഴുകിയിട്ട് ഡ്രസ്സിലൂടെ ഒഴുകിയിട്ട് എൻ്റെ കാൽപാദം വരെ പാൽ ഇറ്റിറ്റ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് മാത്രമല്ല, കുഞ്ഞ് വലിച്ചു കുടിക്കാതെ വരുമ്പോൾ പാല് വന്ന് നിറഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ പെയിൻ വരും. അല്ലെങ്കിൽ പാല് ഇങ്ങനെ ബ്രസ്റ്റിൽ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ കോംപ്ലിക്കേഷനുമാണ്. അതിൽ ഞാൻ ആ ഭാഗത്ത് എന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് കോംപ്ലിക്കേഷൻ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള അമ്മമാരോട് ചോദിച്ചാൽ അറിയാം എന്താ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയണത് എത്ര എന്താ പറയുക, എത്ര അമൂല്യമായ അല്ലെങ്കിൽ എത്ര ദൈവികമായൊരു കാര്യമാണെന്ന്. ആ അമ്മ അങ്ങനെ തയ്യാറായെങ്കിൽ ആ അമ്മയെ നമ്മൾ സ്തുതിക്കുകയല്ലേ വേണ്ടത്. ആ അമ്മയുടെ ഒരു മനസ്സ് മറ്റൊരു കുഞ്ഞിനെ, എനിക്ക് തോന്നുന്നു 99 അമ്മമാരും മറ്റൊരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ തയ്യാറാവില്ല. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ. അപ്പം ആ അമ്മ ഇവിടെ നിന്ന് റിസ്ക് എടുത്ത് അവിടെ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ തയ്യാറായെന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കുമില്ല, നമുക്ക് ഒരു അമ്മമാർക്കും തോന്നാത്തൊരു കാര്യമാണ്. എന്നാലും എനിക്ക് തോന്നണതേ, ഈ ഒരു ദുരന്തം വന്ന സമയത്ത് ഇത്രയും കേരളം ഒട്ടാകെ, കേരളത്തിൽ മാത്രമല്ല പല നാടുകളിലും, ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നൊക്കെ നമ്മുടെ ഇങ്ങോട്ട് സഹായം എത്തുന്നു. ആളുകൾ അവരുടെ ഇത്രയും ദുരന്തം നടന്ന സ്ഥലത്ത് സ്വന്തം റിസ്കിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടെ ഓരോ ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവർക്ക് വീടുകളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഇപ്പോൾ ഓരോ രക്ഷാപ്രവർത്തകരെ എൻ്റെ സേഫ്റ്റിയാണോ എനിക്ക് വലുതെന്നും പറഞ്ഞാൽ അവർ മാറി നിന്ന് കഴിഞ്ഞാൽ ആരുണ്ടാവും നമ്മളെ ഓരോരുത്തരെ രക്ഷിക്കാനായിട്ടല്ലേ. നമ്മൾ ഓരോരുത്തർക്കും എനിക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കര നമുക്കൊന്ന് സന്തോഷിക്കാൻ തോന്നാത്ത നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനത്തെ വികൃതമായി എങ്ങനെ ആളുകൾക്ക് ചിന്തിക്കാൻ തോന്നുന്നു. എനിക്കത് എനിക്ക് ആ കമൻ്റ് ഇട്ട ആളുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ഓർത്തിക്കോ, ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് പോകുക, അത് ജീവനോടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കൂടപ്പിറപ്പുങ്ങളെ എവിടെയാണ് എന്താണ് അവർ ആ മണ്ണിൻ്റെ അടിയിലേക്ക് പോയപ്പോൾ അവരനുഭവിച്ച ബുദ്ധിമുട്ട് എന്തായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെ മരിച്ചവരുടെ പ്രാണം പോയേക്കുന്നത്. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുണ്ട്, അവരുടെ ജീവൻ എങ്ങനെയായിരിക്കും പോയേക്കുന്നത്. അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ ആകുമ്പോൾ എന്തും അങ്ങനെ വിളിച്ച് പറയാല്ലേ. എന്തായാലും ചേട്ടൻ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. പക്ഷെ നമ്മൾ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അമ്മമാർക്ക് നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നല്ല രീതിയിൽ കറവേ എല്ലാ അമ്മമാർക്കും ഉണ്ട്. അത് ഓരോ അമ്മയ്ക്കും ദൈവം തന്നേക്കണ ഒരു കനിഞ്ഞ് തന്നേക്കണ ഒരു കഴിവാണ്, അനുഗ്രഹമാണ്. താങ്കളുടെ അമ്മയ്ക്ക് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം താങ്കൾ ഇപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ അമ്മേനോട് അല്ലെങ്കിൽ ഇങ്ങനെ തയ്യാറായ അമ്മേനോട് പറയാൻ അങ്ങേക്ക് നാവ് പൊന്തിയത്. അല്ലെങ്കിൽ പാക്കറ്റ് പാല് തന്നാണ്, അല്ലെങ്കിൽ പിന്നെ പൊടിപ്പാല് തന്നാണ് താങ്കളുടെ അമ്മ താങ്കളെ വളർത്തിയതെങ്കിൽ ഒന്ന് ചെന്ന് ചോദിക്കും അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതോ ജനിച്ച് പിറ്റേ ദിവസം തൊട്ട് അമ്മ ചോറും ചിക്കൻ ബിരിയാണിയൊക്കെ തന്നാണോ വളർത്തിയത്?
ദൈവത്തെ ഓർത്ത് ഇപ്പം താങ്കൾക്ക് ഇപ്പം ഇത്രയും പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രതികരിച്ചുകൊണ്ട് തെറ്റ് മനസ്സിലായി കാണും എന്ന് വിചാരിക്കണം. ദൈവത്തെ ഓർത്ത് ആരും ഇങ്ങനെയൊന്നും പറയുന്നത് കുഞ്ഞു മക്കളുടെ കാര്യമല്ലേ. അപ്പം അത്രേ ഉള്ളൂ. ദൈവം ഇനിയെങ്കിലും ഒരു ദുരന്തം നമുക്ക് വരുത്താതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും പേടിയോടെയാണ് നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം അത്രേ ഉള്ളൂ.